الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പവിത്രമായ റജബ് മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആകാശയാത്ര, ഇസ്രാ മിഅ്റാജ് മുസ്ലിം സമൂഹം പൊതുവെ ചർച്ച ചെയ്യാറുണ്ട്. റസൂലുള്ളാഹിയുടെ ഒരു വലിയ മുഅ്ജിസത്താണ് ഇസ്രാ മിഅ്റാജ്. അതിൻ്റെ ഡേറ്റ്, എപ്പോഴാണ് അത് നടന്നത് എന്നത് വ്യക്തമായ രേഖകളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. എല്ലാവർക്കും പരിചയമുള്ളതും എല്ലാവരും അംഗീകരിക്കുന്നതുമായ വിശുദ്ധ ഖുർആനിൽ വരെ അല്ലാഹു തആല പരാമർശിച്ച ഒരു മഹത്തായ സംഭവമാണ് റസൂലുള്ളാഹിയുടെ ആകാശയാത്ര. നമ്മുടെ രാജ്യം ഇന്ന് ബഹിരാകാശത്ത് വെച്ച് രണ്ട് പേടകങ്ങൾ തമ്മിൽ സ്പേസ് ടോക്കിംഗ് നടത്തിയതിൻ്റെ നിറവിലാണ്. ആ സന്തോഷത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരുന്നതോടൊപ്പം അങ്ങനെ രണ്ട് പേടകങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രം നടക്കുന്ന സംഗതിയല്ല, മറിച്ച് അതിനാ രൂപത്തിൽ സംഗമിക്കാനുള്ള ഒരു ബഹിരാകാശം നേരത്തെ അവിടെ ഉണ്ടാകണം. അതും പോരാ, അതിൻ്റെ സന്തുലിതാവസ്ഥ വ്യവസ്ഥാപിതമാകണം. അതിനുമപ്പുറം അത് മനുഷ്യന് വിധേയവുമാകണം. ഇതെല്ലാം ആക്കിത്തന്ന അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുക കൂടി ചെയ്യുകയാണ്. ഈ ആനുകാലിക പശ്ചാത്തലത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആകാശയാത്രയെ സംബന്ധിച്ച് ചില വസ്തുതകൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മക്കയിൽ പ്രബോധനം നടത്തുന്ന സന്ദർഭത്തിൽ റസൂലിന് താങ്ങും തണലുമായി നിന്ന ഖദീജയും അതുപോലെ പിതൃവ്യനായ അബൂ താലിബും
റസൂലിന് നഷ്ടപ്പെട്ടു, മരണപ്പെട്ടു പോയി. ഈ തക്കം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശത്രുപക്ഷം അതിരൂക്ഷമായ മർദ്ദനങ്ങൾ റസൂലുള്ളാഹിയുടെ നേരെ തൊടുത്തുവിട്ടു. മക്കയിൽ നിക്കപ്പൊറുതിയില്ലാതായപ്പോൾ അഭയം ലഭിക്കുമെന്ന് മനസ്സിലാക്കി പ്രബോധനം ചെയ്യാമെന്ന് കരുതി തായിഫിലേക്ക് പോയി. അവിടെ വെച്ച് സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം, വിശദീകരിക്കുന്നില്ല. മർദ്ദിക്കപ്പെട്ട പ്രവാചകൻ തിരിച്ചു വരുന്ന സമയത്ത് അള്ളാഹുവിലേക്ക് മടങ്ങിയിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന ചില വാക്കുകളുണ്ട്. അള്ളാഹുവേ, ആരിലേക്കാണ് എന്നെ നീ തിരിച്ചേൽപ്പിക്കുന്നത്? എങ്ങോട്ട് കൊണ്ടുപോകാനാണ് നിന്റെ ഉദ്ദേശം? നിനക്കെന്നോട് വെറുപ്പില്ലെങ്കിൽ എനിക്ക് പ്രശ്നമല്ല എന്ന് കാലിൽ നിന്ന് രക്തമൊലിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിച്ച ഒരു സന്ദർഭമുണ്ട്. ഇങ്ങനെ ദഅവാ രംഗത്ത് ഒരുപാട് പീഡനങ്ങൾ സഹിച്ച റസൂലിന് സാന്ത്വനമേകേണ്ടതുണ്ട്. ആ മുറിവുകളെല്ലാം ഉണക്കേണ്ടതുണ്ട്. ഇതിൽ തളർന്നു പോകാതെ ഭാവിയിൽ നിർവഹിക്കാനുള്ള ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനുള്ള ദൃഢത റസൂലിന് കൈവരേണ്ടതുണ്ട്. അതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ കൂട്ടിക്കൊണ്ടുപോയത്. എന്തിനായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പീഡനങ്ങൾ സഹിച്ചത്? ഈ പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യമെന്ത് എന്ന് ജനങ്ങളെ പഠിപ്പിച്ചതിന്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ യാഥാർത്ഥ്യം എന്താണ്, അവനോടുള്ള നമ്മുടെ ബാധ്യത എന്താണ് എന്ന് ജനങ്ങളെ പഠിപ്പിച്ചതിന്. അവനെ എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്നും അവൻ പൊരുത്തപ്പെടുന്ന വിധത്തിൽ എങ്ങനെയാണ് മനുഷ്യർ തമ്മിൽ ഇടപാടുകൾ നടത്തേണ്ടതെന്നും ഒരു മനുഷ്യൻ എത്ര നല്ല സ്വഭാവമാണ് ആർജിക്കേണ്ടതെന്നും ജനങ്ങളെ പഠിപ്പിച്ചതിന്റെ സമ്മാനമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹിച്ച പീഡനങ്ങൾ. ആ പീഡനങ്ങൾ സഹിക്കുക വഴി ദഅവാ രംഗത്ത് ഓരോ ദാഇയും പ്രബോധകനും അനുവർത്തിക്കേണ്ട രീതി എന്താണ് എന്ന് കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതെ, ഞാൻ നമസ്കരിച്ചതുപോലെ നിങ്ങൾ നമസ്കരിക്കണം, എന്നിൽ നിന്ന് നിങ്ങളുടെ ഹജ്ജ് കർമ്മങ്ങൾ നിങ്ങൾ പകർത്തിയെടുക്കണം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചതല്ല റസൂൽ. മറിച്ച് അവിടുത്തെ ജീവിതം നമ്മോട് പറഞ്ഞു തരികയാ, ഞാൻ ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ ദഅവത്ത് ചെയ്തതുപോലെ നിങ്ങൾ ദഅവത്ത് ചെയ്യണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിയുടെ ദഅവാ പ്രവർത്തനത്തിനും ആ സഹിച്ച പീഡനങ്ങൾക്കും ചമക്കുമെല്ലാം സമ്മാനം കൊടുക്കാൻ കൊണ്ടുപോയതാണ് ഇസ്റാ മിഅ്റാജ് എന്ന ആകാശയാത്ര. ആകാശവും ഭൂമിയും തമ്മിലുള്ള ബന്ധം. ജിബ്രീൽ അലൈഹിസ്സലാം ആകാശത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നു, ഭൂമിയിൽ നിന്ന് റസൂലുള്ളാഹി അങ്ങോട്ട് പോകുന്നു. ആകാശവും ഭൂമിയും പരസ്പര പൂരകങ്ങളാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ഭൂമിയിൽ ഉൽപാദനം നടത്താനുള്ള മഴ ആകാശത്ത് നിന്ന് വർഷിക്കുകയാണ്. ആത്മീയ അഭിവൃദ്ധിക്കുള്ള ഖുർആൻ വേദഗ്രന്ഥം ആകാശത്ത് നിന്ന് അള്ളാഹു ഇറക്കുകയാണ്. മഴയെ സംബന്ധിച്ച് അൻസല എന്ന പ്രയോഗം അള്ളാഹു ഇറക്കി. അതേ പ്രയോഗം തന്നെയാണ് കിതാബ് ഇറക്കിയതിനെ സംബന്ധിച്ചും ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ ദീന് ദുനിയാവ് എന്ന് പറഞ്ഞാൽ രണ്ട് വിരുദ്ധ സംഗതികളല്ല, പരസ്പര പൂരകങ്ങളാണ്, ചേർന്ന് നിൽക്കേണ്ടതാണ് ദീനും ദുനിയാവും. അതുപോലെ ശരീരവും ആത്മാവും ഇതെല്ലാം പരസ്പരം ചേർന്ന് നിൽക്കേണ്ട രണ്ട് വസ്തുതകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഇസ്റായിലൂടെ മിഅ്റാജിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി പോയതല്ല, കൂട്ടിക്കൊണ്ടുപോയതാണ്. പോകാനുള്ള വാഹനം അവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുത്തയച്ചതാണ്. അതുപോലെ തന്നെ
മക്കയിൽ നിന്ന് നേരെ അങ്ങ് ആകാശത്തേക്ക് പോയതല്ല, മസ്ജിദുൽ അഖ്സയിലേക്കാണ് പോയത്. അവിടെ നിന്ന് ആകാശത്തേക്ക്, തിരിച്ച് മസ്ജിദുൽ അഖ്സയിലേക്ക്, പിന്നെ അവിടെ നിന്ന് മക്കയിലേക്ക്, ശേഷം മക്കയിൽ നിന്ന് മദീനയിലേക്ക്, മദീനയിൽ നിന്ന് മക്കം ഫത്ഹിന് വേണ്ടി വീണ്ടും മക്കയിലേക്ക്. ഇങ്ങനെയെല്ലാമുള്ള ഒരു യാത്ര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംഘടിപ്പിച്ചു. മസ്ജിദുൽ ഹറാമും മസ്ജിദുൽ അഖ്സയും രണ്ട് മതങ്ങളുടെ പ്രതീകങ്ങളല്ല, രണ്ട് ആശയങ്ങളുടെ പ്രതീകങ്ങളല്ല, മറിച്ച് തൗഹീദിന്റെ ചിഹ്നങ്ങളാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അമ്പിയാക്കളുടെ വാസസ്ഥലമായ മസ്ജിദുൽ അഖ്സയിലേക്ക് ആദ്യമായി യാത്ര ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനം ഒരുക്കിയത് ജിബ്രീലിന്റെ കൂടെ. അല്ലാഹു തആല അവന്റെ റസൂലിനെ സഹായിക്കുമെന്ന് ഖുർആനിലൂടെ വാഗ്ദത്തം ചെയ്തു. മുഅ്മിനീങ്ങളെ സഹായിക്കുമെന്ന് ഖുർആനിലൂടെ വാഗ്ദത്തം ചെയ്തു. ഇന്നത്തെ ഖുദ്സിന്റെ അവസ്ഥയും അള്ളാഹുവിന്റെ വാഗ്ദത്തവും ഒന്ന് താരതമ്യം ചെയ്യാൻ ഇസ്റാ ചർച്ച ചെയ്യപ്പെടുന്ന വേദി സജീവമായിരിക്കേണ്ടതുണ്ട്. അല്ലാഹ് വാക്ക് പാലിക്കാതിരിക്കില്ല. ആകാശവും ഭൂമിയും നഷ്ടപ്പെട്ടാലും അള്ളാഹു പറഞ്ഞ വാക്ക് പാലിക്കുന്നവനാണ്. അള്ളാഹു പറഞ്ഞല്ലോ, ഇന്നല്ലദീന കഫറൂ യുൻഫിഖൂന അംവാലഹും ലിയസുദ്ദൂ അൻ സബീലില്ലാഹ്. സത്യനിഷേധികളായ ആളുകൾ പണം ചെലവാക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തെ തൊട്ട് തടയാനാണ്. അതായത് സത്യനിഷേധികൾ തൗഹീദിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി പണം ചെലവാക്കുന്നു. ഏത് പണം? ഏത് സമ്പത്ത്? അള്ളാഹു കൊടുത്ത സമ്പത്ത്. അവരുടെ ആരോഗ്യം ചെലവാക്കുന്നു. അള്ളാഹു കൊടുത്തതാണ് ആരോഗ്യം. അവരുടെ സമയവും അവരുടെ എല്ലാ കഴിവുകളും അവര് തൗഹീദിനെതിരെ വിനിയോഗിക്കുന്നു. ഇതെല്ലാം അവർക്ക് അള്ളാഹു കൊടുത്തതാണ്. അള്ളാഹു കൊടുത്ത കഴിവുകളും സമ്പത്തും മുഴുവൻ അള്ളാഹുവിനെതിരെയും അവന്റെ ആദർശത്തിനെതിരെയും ശത്രുപക്ഷം ചെലവഴിച്ചു കൊണ്ടിരിക്കുമ്പോ അള്ളാഹു കൊടുത്ത ഇത്തരം എല്ലാ സംഗതികളും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന മുഅ്മിനീങ്ങളുടെ പക്ഷത്ത് അള്ളാഹു ഉണ്ടാകുമെന്ന് അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞതാണ്. അതുപോലെ അള്ളാഹു പറയുന്നു, അവൻ ലാ യുഖ്ലിഫുൽ മീആദ്, കരാർ ലംഘിക്കുന്നവനല്ല. അപ്പൊ എവിടെയോ ഒരു കുഴപ്പം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണോ എന്നാലോചിക്കേണ്ട സമയമാണിത്. അള്ളാഹു ഇഷ്ടപ്പെട്ടതുപോലെയുള്ള മുഅ്മിനീങ്ങളായില്ലേ അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ ഈമാനുള്ളവരായില്ലേ? അള്ളാഹു പറഞ്ഞല്ലോ, നിങ്ങളെ അള്ളാഹു അഭിവൃദ്ധിപ്പെടുത്തുമെന്ന് എത്ര സ്ഥലങ്ങളിലാണ്. അപ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള സഹായം ലഭിക്കാനുള്ള ഏകമാർഗം അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കലാണ്. ഇടയ്ക്കിടെ അള്ളാഹു പരീക്ഷിക്കും. അങ്ങനെ പരീക്ഷിക്കുമ്പോൾ ക്ഷമിച്ചു നിൽക്കലാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അകന്നു പോയാൽ, ചില ദുർബല നിമിഷങ്ങളിൽ പാപങ്ങൾ ചെയ്തു പോയാൽ അത് തെറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് ചേർന്ന് നിന്ന് പാശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന ഒരവസ്ഥയുണ്ടാകലാണ്. അങ്ങനെയാകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കും. ഇല്ലെങ്കിൽ സഹായിക്കില്ല എന്ന് അള്ളാഹു തആല പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ. അള്ളാഹു പറയുന്നു, ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ, ഒരു ചീത്ത പകരക്കാർ, ഒരു പിൻതലമുറക്കാർ പിന്നീട് വരികയുണ്ടായി. അല്ലാഹു സ്വലാഹ്, അവര് നമസ്കാരം പാഴാക്കുകയാണ്. വത്തബഉ ശഹവാത്ത്, അവരവരുടെ തോന്നിവാസം ജീവിക്കുകയാണ്. ഫസൗഫ യൽഖൗന ഗയ്യാ, അവർ അവരുടെ ദുർമാർഗത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും എന്ന് അല്ലാഹു തആല പറയുകയാണ്. എന്താണ് ദുർമാർഗത്തിന്റെ ഫലം? ആ ഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ വിവരിച്ചിട്ടുണ്ട്. യൂശിക്കുൽ ഉമമു
അന്തദാ അലൈക്കും, എല്ലാ ആളുകളും നിങ്ങൾക്കെതിരെ ചാടി വരും. കമാ തദാ അൽഅകലതു ഇലാ ഖസ്അതിഹാ, നല്ല ഭക്ഷണ തളികയിലേക്ക് ആളുകൾ, വിശന്ന് വലഞ്ഞ ആളുകൾ എങ്ങനെയാണോ കൈനീട്ടുന്നത്, അതുപോലെ ഈ സമുദായത്തെ നശിപ്പിക്കാൻ ആളുകൾ വരും. അപ്പോൾ ചോദിച്ചു ഒരു സഹാബി, വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ, ഞങ്ങൾ അന്ന് വളരെ അംഗബലം കുറഞ്ഞ ആളുകളായിരിക്കുമോ റസൂലേ? ഖാല, റസൂല് പറയുന്നു, ബൽ അൻതും യൗമഇദിൻ കസീർ, അന്ന് നിങ്ങൾ ഒരുപാടുണ്ടാകും. വലാകിന്നകും ഗുസാഅ്, നിങ്ങൾ സമുദ്രത്തിലെ നുര പോലെ ചണ്ടി ചവറുകളായി അതപ്പതിച്ചു പോകും. അതാണ് അതിന് കാരണം. അള്ളാഹുവിന്റെ സഹായം ഇങ്ങ് വരാനുള്ള അതിനുള്ള അർഹത നിങ്ങൾക്കുണ്ടാകില്ല. അള്ളാഹുവിന്റെ സഹായം വരുന്നത് എങ്ങനെയാണ്? അള്ളാഹുവിലേക്ക് ചേർന്ന് നിന്നാലാണ്. നമുക്ക് അള്ളാഹുവിനെ കൊണ്ട് ധൈര്യമുണ്ടാകുമ്പോഴാണ്. നമ്മുടെ മനസാക്ഷിയോട് ചോദിച്ചു നോക്കുക, നമുക്ക് അള്ളാഹുവിനെ കൊണ്ടാണോ ധൈര്യം? അതല്ല നമ്മൾ ഉണ്ടാക്കി വെച്ച വിഭവങ്ങൾ കൊണ്ടാണോ ധൈര്യം? രണ്ട് ശക്തികൾ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ നമ്മുടെ മനസ്സ് പറയും ആര് തോൽക്കുമെന്ന്, ആര് ജയിക്കുമെന്ന്. കൂടുതൽ ഭൗതിക സൗകര്യമുള്ളവർ ജയിക്കും, ആയുധ ബലമുള്ളവർ ജയിക്കും എന്ന ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ മനസ്സ് പോവുക. എന്നാൽ അതിനേക്കാളെല്ലാം വലിയ സേനയുള്ള കാറ്റ് എന്റെ സേനയാണ്, മഴ എന്റെ സേനയാണ്, ഭൂമി എന്റെ സേനയാണ്, ഒരുപാട് സേനകൾ എനിക്കുണ്ട്, എന്റെ സേനയെ നിങ്ങൾക്കറിയില്ല എന്ന് ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന റബ്ബിന്റെ സഹായത്തിലേക്ക് നമ്മുടെ മനസ്സങ്ങ് പാകപ്പെടുന്നില്ല. എന്തുകൊണ്ട്? അള്ളാഹുവിലേക്ക് ചേർന്ന് നിൽക്കാത്തത് കൊണ്ട്. അപ്പോൾ ഭൗതികമായ മാനുഷിക വിഭവങ്ങളുടെ വർധനവ് കൊണ്ടല്ല വിജയവും പരാജയവും എന്ന് ആനുകാലികമായി തന്നെ ഒരുപാട് സംഗതികൾ നമ്മെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു, ഒരു സെന്റ് ഭൂമി പോലും ഇല്ലായിരുന്നു. മുശ്രിക്കുകളുടെ പക്ഷത്താ എല്ലാം ഉള്ളത്. അവര് വിജയാഹ്ലാദം പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, അവരാണ് വിജയിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അള്ളാഹു അവരോട് പറഞ്ഞു, അഫലാ യറൗൻ, അവര് കാണുന്നില്ലേ, അന്നാ നഅ്തിൽ അർള നൻഖുസുഹാ, ഭൂമിയെ നാം എങ്ങനെയാ ചുരുക്കിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്, മിൻ അത്റാഫിഹാ, ആ മക്കയുടെ നാനാഭാഗത്തു നിന്നും, അഫഹുമുൽ ഗാലിബൂൻ, എന്നിട്ടും അവർ വിചാരിക്കുകയാണോ അവരാണ് വിജയിക്കുകയെന്ന്? അവരുടെ ഭൂമിയല്ലേ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് അബസീനിയയിൽ പോയാൽ അവിടെ പിടിപാടില്ല, നേരത്തെ പിടിപാടുണ്ടായിരുന്നു. അബസീനിയൻ ചക്രവർത്തി റസൂലിനെ അംഗീകരിക്കുന്ന ആളാണ്. അവർ ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്ന മദീനയിൽ അള്ളാഹുവിന്റെ പാർട്ടി അവന്റെ തൗഹീദ് വളർന്നുകൊണ്ടിരിക്കുകയാ. ആ ഭാഗവും മക്കക്കാർക്ക് ചുരുങ്ങുകയാണ്. അങ്ങനെ മദീനയിൽ നിന്ന് ഓരോ ഭാഗങ്ങളായി ചുരുങ്ങി അവസാനം മക്കയും കീഴടക്കിയിട്ടും അവര് വിചാരിക്കുന്നു അവരാണ് വിജയിക്കുക എന്ന്. അറേബ്യൻ പ്രദേശങ്ങളിൽ തൗഹീദ് ഉണ്ടായിരുന്നില്ല, ദീനുണ്ടായിരുന്നില്ല, ശിർക്കായിരുന്നു അവിടെയൊക്കെ. അത് മുഴുവനും വന്നില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദീനത്തിലേക്ക്. ഇതെന്തുകൊണ്ടാ? റസൂലിന്റെ ആയുധബലം കൊണ്ടാണോ? സഹാബാക്കളുടെ ശക്തി കൊണ്ടാണോ? അല്ല, റബ്ബിന്റെ ഭാഗത്ത് നിന്നുള്ള സഹായമാണ്. ബദറിൽ സഹായമുണ്ടായില്ലേ? മഴ സഹായത്തിന് വന്നില്ലേ? ബദറിൽ മഴ വർഷിച്ചപ്പോൾ അത് സഹാബത്തിന് അനുകൂലമായി, ശത്രുപക്ഷത്തിന് പ്രതികൂലമായി. ഖന്തക്കിന്റെ കിടങ്ങ് കുഴിച്ചിട്ടപ്പോ അവിടെ കാറ്റ് എന്ന അള്ളാഹുവിന്റെ സേന വന്നില്ലേ? ആ മണ്ണ് ശത്രുപക്ഷത്തിന്റെ നേരെ അടിച്ചു വീശിയപ്പോ കണ്ണ് കാണാത്ത അവസ്ഥയുണ്ടായില്ലേ? ഇടയ്ക്കിടെ റബ്ബ് സുബ്ഹാനഹു വ തആല പല രൂപത്തിലും ഇടപെട്ടുകൊണ്ടേയിരിക്കും. അത് മനസ്സിലാകണമെങ്കിൽ, അതിന്റെ അനുഭൂതി അനുഭവിക്കണമെങ്കിൽ അള്ളാഹുവിലേക്ക് ചേർന്ന് നിൽക്കണം. അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സംഗതികളൊക്കെ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശരീരത്തോടു കൂടി തന്നെ യാത്ര ചെയ്തതാണ് ഇസ്റാഉം മിഅ്റാജും. സ്വപ്നമാണ് എന്ന ബാലിശമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. അല്ല എന്ന് പറയുന്ന ജീവിച്ചിരിക്കുന്ന തെളിവുകൾ ഇന്ന് തന്നെ നമ്മുടെ കരങ്ങളിലുണ്ട്. അതായത് ലോക മുസ്ലിമീങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ സിദ്ദീഖ് എന്ന് ഇന്നും വിളിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് റസൂല് കണ്ട ഒരു സ്വപ്നം വിശ്വസിച്ചത് കൊണ്ടാണോ? സ്വപ്നം ആർക്കും എന്തും കാണാമല്ലോ. അപ്പോൾ ശരീരത്തോടു കൂടി തന്നെ പോയി എന്നതായിരുന്നു അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ചത്. അതുപോലെ മറുപക്ഷം ബൈത്തുൽ മുഖദ്ദസ് വിവരിച്ചു തരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് അവരോട് താൻ ശരീരത്തോടു കൂടി തന്നെ അവിടെ നേരെ പോയി കണ്ടു എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ? അതല്ലെങ്കിൽ വെറും ഒരു സ്വപ്നം കണ്ട കഥ പറഞ്ഞതാണെങ്കിൽ എന്തിനാണ് ഇത്തരം വിശദീകരണങ്ങൾ അവരാവശ്യപ്പെടുന്നത്? അപ്പോൾ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്നത് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വാസസ്ഥലമാണ്. അമ്പിയാക്കൾ ഒരുപാട് അവിടെയുണ്ട്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസറയാണ്. ഇസ്രായിലിന് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത സ്ഥലമാണ്. മുഅ്മിനീങ്ങളുടെ ആദ്യത്തെ ഖിബിലയാണ്. എല്ലാം കൊണ്ടും പ്രശസ്തമാണ്. 3 ഹറമുകളിൽപ്പെട്ട ഒരു ഹറമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ച സ്ഥലമാണ് മസ്ജിദുൽ അഖ്സ. അതെല്ലാം ഓർമ്മിക്കേണ്ട ദിനങ്ങളായിട്ടാണ്, സമയമായിട്ടാണ് റസൂലുള്ളാഹിയുടെ ഇസ്റാഉം മിഅ്റാജും ചർച്ച ചെയ്യപ്പെടുന്ന വേദിയിൽ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ടത് അതിനുള്ള സന്ദർഭമാണിത്. അള്ളാഹു ഒരുപാട് പാഠങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹുവിന്റെ സഹായം മുഅ്മിനീങ്ങൾക്കുണ്ടാകുമെന്ന് പലയിടങ്ങളിലായി പറയുന്നുണ്ട്. അതിനർഹരായി നമ്മൾ നിന്നുകൊടുക്കണം. അള്ളാഹു പറയുന്നു, വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു. റബ്ബിന്റെ സേന ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയില്ല. വലില്ലാഹി ജുനൂദുസ് സമാവാതി വൽ അർദ്. അള്ളാഹുവിന് ആകാശത്തും സേനയുണ്ട്, ഭൂമിയിലും സേനയുണ്ട്. തീ അള്ളാഹുവിന്റെ സേനയാണ്, വെള്ളം അള്ളാഹുവിന്റെ സേനയാണ്, കാറ്റ് അള്ളാഹുവിന്റെ സേനയാണ്, മേഘം അള്ളാഹുവിന്റെ സേനയാണ്. ഒക്കെ അള്ളാഹു താല ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട്. ആദ് സമൂഹത്തിന് നേരെ അള്ളാഹു ഉഗ്രമായ കാറ്റടിപ്പിച്ചു. ഇന്ന അർസൽനാ അലൈഹിം റീഹൻ സർസറ എന്നാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്. അതിശക്തമായ കാറ്റ് ആദ് സമൂഹത്തിന് നേരെ അള്ളാഹു അഴിച്ചുവിട്ടു. ഫഅഖദതുഹുമുർ റജ്ഫ. ഭൂകമ്പം, ഭൂമി അള്ളാഹുവിന്റെ സേനയാണ്. അതുപോലെ തന്നെ അള്ളാഹ് പറയുന്നു, വഅഖദല്ലദീന ളലമുസ്സൈഹ. സമൂദ് ഗോത്രത്തെ ഘോര ശബ്ദം കൊണ്ട് അല്ലാഹു തആല നശിപ്പിച്ചു. ഇത് അല്ലാഹുവിന്റെ സേനയാണ്. അതുപോലെ ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞു, ജഅൽനാ ആലിയഹാ സാഫിലഹാ വഅംതർനാ അലൈഹാ ഹിജാറത്തൻ മിൻ സിജ്ജീൽ. അവര് താമസിക്കുന്ന താമസ സ്ഥലത്തിന്റെ അടിഭാഗം മേലെയും മേൽഭാഗം അടിയിലുമാക്കിയിട്ട് ഇഷ്ടിക കല്ലുകൾ, ചൂടുള്ള ഇഷ്ടിക കല്ലുകൾ അവിടെ വർഷിപ്പിക്കുക കൂടി ചെയ്തിട്ട് ആ സമൂഹത്തെ തന്നെ അല്ലാഹു തആല നശിപ്പിച്ചു കളഞ്ഞു. ഫറോവയെ പറ്റി പറഞ്ഞു, ഫഅഗ്റഖ്നാഹും ഫിൽ യമ്മി. കടലിൽ മുക്കി കൊന്നു കളഞ്ഞു. അത് അല്ലാഹുവിന്റെ സേനയാണ്. കടലിനോട് അല്ലാഹു പറഞ്ഞത് കടൽ ചെയ്യും. ഇതെല്ലാം അല്ലാഹു തആല ഖുർആനിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. എന്നാൽ ഇതൊക്കെ നബിമാരുടെ കാലത്ത് മാത്രമേ നടക്കുള്ളൂ, അങ്ങനെ മാത്രമേ നടക്കുകയുള്ളൂ എന്നതിന് പ്രത്യേകം തെളിവുകളൊന്നുമില്ല. മറിച്ചാണ് തെളിവ്. അള്ളാഹു നബിമാരില്ലെങ്കിലും അവന്റെ ചില ശിക്ഷകൾ ചില സന്ദർഭങ്ങളിൽ ഭൂമിയിൽ ഇറക്കിക്കൊണ്ടേയിരിക്കും. നബിമാരുണ്ടെങ്കിൽ ചില പ്രത്യേകതകളുണ്ട്. മുഅ്മിനീങ്ങൾ രക്ഷപ്പെടും. നബിമാരുണ്ടെങ്കിൽ അവരോട് നേരത്തെ അല്ലാഹു തആല വഹ്യ് കൊടുക്കും. നിങ്ങൾ ആളുകളെയും കൂട്ടി പോയിക്കൊള്ളണം. നൂഹ് നബിയോട് പറഞ്ഞില്ലേ, കപ്പലുണ്ടാക്കി നിങ്ങൾ ആളുകളെയും കൂട്ടിയിട്ട് രക്ഷപ്പെട്ടോളണം. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിന് വന്നിട്ട് മലക്കുകൾ പറഞ്ഞില്ലേ, നിങ്ങൾ ഇവിടുന്ന് പോയിക്കൊള്ളണം, ആരും തിരിഞ്ഞു നോക്കരുത്. ഭാര്യ തിരിഞ്ഞു നോക്കി ശത്രുപക്ഷത്തിന്റെ കൂടെ കൂട്ടി.
ചുരുക്കത്തിൽ നബിമാരുണ്ടെങ്കിൽ മുഅ്മിനീങ്ങൾ രക്ഷപ്പെടും. ഇല്ലെങ്കിലോ അല്ലാഹു തആല പറഞ്ഞത് വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. നിങ്ങൾ ചില ഫിത്ന പേടിച്ചോ, അത് അക്രമികളെ മാത്രമല്ല ബാധിക്കുക. വഅലമൂ അന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അല്ലാഹു കഠിനമായി ശിക്ഷിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ആയിഷ ബീവി റസൂലിനോട് ചോദിക്കുന്നുണ്ട്, അങ്ങനെ എല്ലാവരും ഉൾപ്പെടുന്ന വിധത്തിൽ അല്ലാഹുവിന്റെ ശിക്ഷ വന്നാൽ മുഅ്മിനീങ്ങളുടെ അവസ്ഥ എന്താ? റസൂല് പറഞ്ഞത് അവരും അതിൽ ഉൾപ്പെടും. പക്ഷെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മുഅ്മിനീങ്ങളെ അല്ലാഹു തആല അവരുടെ ഈമാൻ അനുസരിച്ച് ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് അവര് സഹിച്ച വേദനയ്ക്ക് അവർക്ക് അല്ലാഹു തആല പ്രതിഫലം കൊടുക്കുന്നതാണ്. ഇത് കൂടെ അമ്പിയാക്കളില്ലാത്തത് കൊണ്ടാണ്. അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, ഏത് സന്ദർഭത്തിലും അല്ലാഹുവിന്റെ ശിക്ഷ വരാൻ സാധ്യതയുണ്ടെന്ന്. അങ്ങനെ പൂർണ്ണമായി അല്ലാഹുവിലേക്ക് ചേർന്ന് നിൽക്കുകയും ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദഅവ പ്രവർത്തനത്തിന്റെ പിന്തുടർച്ചയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ആ ദഅവ പ്രവർത്തനത്തിന്റെ വലിയ നാഴികക്കല്ലായ ഇസ്റാ മിഅ്റാജ് അതിന്റെ പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ അൽ-അദീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിതഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെയുള്ള മുഴുവൻ ആളുകളും മരണപ്പെട്ടു പോകും. വിശ്വാസിയും അവിശ്വാസിയും എല്ലാവരും മരിച്ചു പോകും. അങ്ങനെ മരിച്ചു പോയാൽ അവരെവിടെയാണ് എത്തുക? എത്തിയിട്ടേ അറിയാൻ പറ്റും. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജീവിതകാലത്ത് തന്നെ മനുഷ്യൻ മരിച്ചിട്ട് ചെന്നെത്തുന്ന സ്ഥലം കാണിച്ചു കൊടുത്തു. നരകവും സ്വർഗവും. മിഅ്റാജിന്റെ രാത്രി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കണ്ണാലെ കണ്ട് അനുഭവിച്ചപ്പോ ഈ സ്വർഗത്തിന് വേണ്ടി സഹിക്കുന്ന ത്യാഗങ്ങളൊന്നും ത്യാഗമല്ലെന്നും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യൻ എന്ത് ത്യാഗവും സഹിക്കണമെന്നും കൃത്യമായി ഒരു പ്രബോധകൻ എന്ന നിലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല ബോധ്യപ്പെടുത്തി കൊടുത്തു. ആ അനുഭവങ്ങളൊക്കെ പിന്നീട് റസൂലുള്ളാഹി തന്നെ പറയുകയും ഓരോന്നും പുതിയതായത് കൊണ്ട് തന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്ത രംഗങ്ങളെല്ലാം നമ്മൾ ഒരുപാട് കേട്ടതാണ്. ഇന്ന് നമുക്ക് മിഅ്റാജിന്റെ വലിയ സന്ദേശമായി നമ്മുടെ കൂടെയുള്ളത് 5 നേരത്തെ നമസ്കാരമാണ്. അതാണ് അല്ലാഹു കൊടുത്ത സമ്മാനം. റസൂലിന് മാത്രമല്ല, നമുക്ക് കൂടി, ഓരോ വിശ്വാസിക്കും അല്ലാഹു കൊടുത്തയച്ച സമ്മാനമാണ്. ആ നമസ്കാരത്തിലൂടെയാണ് നമ്മുടെ മിഅ്റാജ്, അല്ലാഹുവിങ്കലേക്കുള്ള നമ്മുടെ മനസ്സിന്റെ യാത്ര. ഓരോ ദിവസവും 5 തവണ നിർബന്ധമായി നമ്മുടെ മനസ്സിതാ വാനലോകത്തേക്ക് ഉയർന്നു പോവുകയാണ്, അല്ലാഹുവിങ്കലേക്ക് പോവുകയാണ്. നീ സ്വീകരിക്കണേ നാഥ എന്ന പ്രാർത്ഥനയോടുകൂടി കഴിവിന്റെ പരമാവധി നമ്മുടെ അറിവനുസരിച്ച് നമ്മൾ നമസ്കരിച്ചു കൊണ്ടിരിക്കും. ആ നമസ്കാരത്തിന് മാറ്റുകൂട്ടുന്ന പ്രവർത്തനങ്ങൾ
ദൈനംദിനം പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുക വഴി അള്ളാഹു കൊടുത്തയച്ച സമ്മാനത്തിന് യാതൊരു പോറലും ഏൽപ്പിക്കാതെ അത് മുഴുവനായി നമുക്ക് അള്ളാഹുവിന്റെ മുന്നിൽ കൊണ്ടുപോയി സമർപ്പിക്കാൻ കഴിയണം. എനിക്ക് ഓർമ്മ വെച്ച നാള് മുതൽ ഞാനിതാ നാഥ നിന്റെ നമസ്കാരം എനിക്ക് നിർബന്ധമായ നാള് മുതൽ കൊണ്ടു നടക്കുകയാണ്, അപാകതകൾ പൊറുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു കൊടുത്തയച്ച ആ സമ്മാനം ഏറ്റുവാങ്ങിയ മുഅ്മിനീങ്ങളായി അള്ളാഹുവിങ്കലേക്ക് തിരിച്ചു പോകണം. അതിനുള്ള പ്രതിജ്ഞയാണ് നമ്മൾ എടുക്കേണ്ടത്. ഏറ്റവും കൂടുതലായി ജമാഅത്തായി തന്നെ അത് നിർവഹിക്കുവാൻ ആളുകൾ പരസ്പരം ചേർന്ന് നിൽക്കുവാൻ റസൂലുള്ളാഹി പഠിപ്പിച്ചത് അതാണ്. പൂർവകാല ചരിത്രം പറഞ്ഞു വിശുദ്ധ ഖുർആനിൽ. ഖുർആൻ ചരിത്ര ഗ്രന്ഥമല്ല, അവരൊറ്റക്കെട്ടായി നിന്ന കഥകളാണ് ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത്. അവരൊന്നിച്ചു നിന്ന് പ്രവർത്തിച്ചതാണ് ഖുർആനിൽ അല്ലാഹു തആല പറയുന്നത്. അപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം വരിക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. അതാണ് ഖുർആനിന്റെ ഭാഷ്യം. അതുകൊണ്ട് തന്നെ തോളോട് തോട് ചേർന്ന് നിന്ന് മടമ്പോട് മടമ്പ് ചേർന്ന് നിൽക്കുമ്പോ മനസ്സോട് മനസ്സ് ചേരണം എന്നതാണ് അതിന്റെ സന്ദേശം. ആ സന്ദേശം മുറുകെ പിടിച്ചുകൊണ്ട് ആരോടും വിദ്വേഷമില്ലാതെ എല്ലാവർക്കും വേണ്ടിയും ഗുണത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിതാ അള്ളാഹുവിനോട് കാര്യങ്ങൾ പറയുന്നു എന്ന മാനസികാവസ്ഥയിൽ ഘനമുള്ള നമസ്കാരം നിർവഹിക്കാൻ നമുക്ക് കഴിയണം. ആ നമസ്കാരത്തിൽ നിന്ന് നമ്മൾ പിരിയുന്നത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് നമ്മുടെ വലത് ഭാഗത്തുള്ള മുഴുവൻ ആളുകൾക്കും സലാം പറയുകയാണ്. ഇടത് ഭാഗത്തുള്ള മുഴുവൻ ആളുകൾക്കും നമ്മൾ സലാം പറയുകയാണ്. സലാം പറഞ്ഞാൽ തീരാത്ത വൈരാഗ്യങ്ങളില്ലല്ലോ, പ്രശ്നങ്ങളില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാവർക്കും പുറത്തു കൊടുത്തിരിക്കുന്നു, എനിക്കാരോടും പരാതിയില്ല എന്ന് പറയുന്ന, അതനുഭവിക്കുന്ന നമസ്കാരങ്ങളായി നമ്മുടെ നമസ്കാരം മാറണം. അല്ലാതെ ഒരുപാട് വിദ്വേഷങ്ങളും പകയും കുശുമ്പും നിറച്ചു വെച്ച ഹൃദയത്തോടുകൂടി ശരീരം കൊണ്ട് ചെയ്യുന്ന വെറും ഒരു വ്യായാമമായി നമ്മുടെ നമസ്കാരം മാറിയാൽ നാം ആ സമ്മാനം സ്വീകരിച്ചവരല്ല. നാം നമസ്കാരത്തിലൂടെ മിഅ്റാജിനെ പൂർത്തീകരിച്ചവരല്ല. അതപ്പതിച്ച വിഭാഗമായി നമ്മൾ മാറിപ്പോകും. അതുകൊണ്ട് തന്നെ കൃത്യമായി അള്ളാഹു കൊടുത്തയച്ച സമ്മാനം അതിന് അർഹതപ്പെട്ട രൂപത്തിൽ സ്വീകരിച്ച് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവേ ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങൾ പുറത്തു തരണേ റഹ്മാനെ. കൃത്യമായി തൗഹീദ് ഉൾക്കൊണ്ട് അത് പ്രബോധനം ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. ജീവിതത്തിലെ അപാകതകൾ തിരിച്ചറിഞ്ഞ് തിരുത്താൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. സത്യം സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും തൗഫീഖ് നൽകണേ റഹ്മാനെ. ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.